നിങ്ങളുടെ ചെറിയ സമ്പാദ്യത്തെ ഒരു വലിയ ധനമാക്കി മാറ്റുന്ന ആ സ്നോബോൾ എഫക്റ്റ് അഥവാ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അതിന് രണ്ട് വഴികളുണ്ട്. ഒന്ന് സേഫ് ആയിട്ടുള്ള ഒരു വഴിയും, രണ്ട് അല്പം റിസ്കറി വഴിയും. രണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യം സേഫ് ആയിട്ടുള്ള വഴി. ഇതിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ബാങ്ക് FDs ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, രണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF, മൂന്ന് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അഥവാ NSC. ഇവ മൂന്നും സേഫ് ആണെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഇവർ പറയുന്ന ഇൻട്രസ്റ്റ് അവർ നമുക്ക് എന്താണെങ്കിലും ഗ്യാരണ്ടി ആയിട്ട് തരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസ പോകുമെന്ന് നിങ്ങൾക്ക് പേടി വേണ്ട. എന്നാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അല്പം സാധ്യത കുറവാണ്. അതിനാണ് അടുത്ത വഴി. അല്പം റിസ്ക് ഏറിയതാണ്, എന്നാൽ പണത്തിന് വേഗം വളർച്ച ഉണ്ടാകാൻ ചാൻസ് ഉള്ള വഴിയാണ്. അവ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഈ റിസ്ക് ഏറിയ വഴിയിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മ്യൂച്വൽ ഫണ്ട്സ് SIP, രണ്ട് സ്റ്റോക്സ്. നല്ല ഫണ്ടമെന്റൽസ് ഉള്ള നല്ല കമ്പനികളുടെ സ്റ്റോക്സ് വാങ്ങുക. പലിശയും മുതലും ചേർന്ന് വീണ്ടും വളരുമ്പോഴാണ് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി നിങ്ങൾ അറിയുന്നത്. ഇതിൽ ഏത് തുടങ്ങുന്നതിന് മുമ്പും ആലോചിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ശരിക്കും അറിഞ്ഞതിന് ശേഷം വേണം ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിക്കാൻ. അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നത് എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ടിപ്സും സീക്രട്സും അറിയാൻ ഈ ചാനൽ ഉടൻ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാപ്പി സേവിങ്സ്.